ഇപ്പം വയനാടിൻ്റെ കാര്യം KMCC പ്രവർത്തകരുടെയുണ്ട്. ഞാൻ ചോദിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു ആഹ്വാനം വന്നു വയനാടിനെ സഹായിക്കണമെന്ന്. 36 കോടി രൂപ ആ വയനാടിന് വേണ്ടി നീക്കിവെക്കാൻ ഒരു പ്രസ്ഥാനം. ഇവിടെ KMCC പ്രവർത്തകരൊക്കെ അതിന് കാണിച്ച ഒരു ആത്മാർത്ഥത. നിങ്ങളൊക്കെ ഇതിലെല്ലാവരും കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കന്മാരും മുതലാളിമാരൊന്നുമില്ല. എത്രയോ സാധാരണക്കാരും പാവങ്ങളും തന്നെ പറയാവുന്നവർ, മക്കളും കുടുംബമൊക്കെ അടുത്തുള്ളില്ലാത്തവർ പോലും എന്തെങ്കിലുമൊക്കെ അതിന് നീക്കി വെച്ച് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ. അത് ആ പണത്തിൻ്റെ വലുപ്പമല്ല, അത് അവർ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ വലുപ്പമാണ് എന്നുള്ള കാര്യത്തിന് സംശയം. ഞാൻ ഒരു കാര്യം പറയാം, പാർലമെന്റിനകത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഞാൻ ഇതുവരെ പറഞ്ഞു കേൾക്കുന്ന പാർലമെന്റ് എന്ന് പറയുന്നത് പോസ്റ്റ് 2014 പൂർണ്ണമായും ഏകാധിപത്യ പ്രവണതകളെ മാത്രം വെച്ചു പുലർത്തുന്ന, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന, അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു പാർലമെന്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് കേൾക്കുക. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കാണുന്ന പാർലമെന്റ് അതല്ല. ഇപ്പോൾ ആ പാർലമെന്റിനകത്തേക്ക് ഒരു നേതാവ് വരുമ്പോൾ അവിടെയുള്ള മൊത്തം പാർലമെന്റിന്റെ അറ്റൻഷനും വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ പാർലമെന്റിൽ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് അത് വിസ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ പാർലമെന്റിനകത്ത് ആരുടെയെങ്കിലും ശബ്ദം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ പാർലമെന്റിനകത്ത് ഒരു പ്രസംഗം അത് ഇന്ത്യ രാജ്യത്ത് അലയൊലികൾ തീർക്കുന്നുണ്ടെങ്കിൽ, ആ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടേതല്ല, അത് രാഹുൽ ഗാന്ധിയുടേതാണ് എന്നുള്ളത്